വിശദമായി നോക്കാം ഓരോ വാർത്തകളും. ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. നമുക്കറിയാം, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തീപിടുത്തം തന്നെയാണ് ഇന്നലെ കോഴിക്കോടുണ്ടായത്. കോഴിക്കോടുണ്ടായ ഈ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും പക്ഷേ വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് ഇന്ന് വിവിധ വകുപ്പുകളുടെ പരിശോധന നടക്കും. തീ അടയ്ക്കാൻ വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിലും അന്വേഷണമുണ്ടാകും. ഇന്നലെ വൈകിട്ട് മുവ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കടകളിലേക്ക് പടർന്ന തീ മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രണ വിധേയമായത്. MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്, പക്ഷെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതിനിടയിൽ പലവിധ ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യം. തീ അണയ്ക്കാൻ താമസമുണ്ടായി, തീ അണയ്ക്കുന്നതിന് കൂടുതൽ സമയമെടുത്തു, അത്തരത്തിൽ പലവിധ ആരോപണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏത് തരത്തിലുള്ള പ്രാഥമിക വിലയിരുത്തലുകളാണ് ഉള്ളത്? ആര്യ, വളരെ ഗൌരവതരമായ അന്വേഷണം നടക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തം. ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. തീയൊന്ന് അണയ്ക്കാൻ പോലും 5.5 മണിക്കൂറിലധികം എടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീ ഒരു തരത്തിലും പിടികിട്ടാത്ത വിധം മുന്നോട്ട് പോവുകയായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഈ അഗ്നിശമന സംവിധാനങ്ങൾ എത്തിയതിൽ പിഴവുണ്ടായി എന്ന ആരോപണമുണ്ട്. നഗരത്തിൽ ഉണ്ടാവേണ്ട ഫയർഫോഴ്സിന്റെ സേനാ വിഭാഗങ്ങളെ ഇവിടെ വിന്യസിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണം, അല്ലെങ്കിൽ ഇതിന്റെ തോത് വർദ്ധിപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും നമ്മൾ ഇന്നലെ വലിയ തീയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ആ കെട്ടിടത്തിന്റെ ഉത്തരങ്ങളിലേക്ക് ഈ പുറത്തുനിന്നാണെങ്കിൽ പോലും കടക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ഈ മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന്റെ ഈ കെട്ടിടം ഒരു പവലിയൻ പോലുള്ള ഒരു മുൻവശമാണ് ഉള്ളത്. അതിന് പിൻവശത്ത് ഷട്ടറിട്ട ഭാഗമുണ്ട്. അതാണ് കെട്ടിടത്തിന്റെ മർമ്മഭാഗം. ഈ കെട്ടിടത്തിന് ഇപ്പുറത്തേക്കുള്ള ഈ അനധികൃത നിർമ്മാണമാണ് ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. നമുക്കിപ്പോൾ നാട്ടുകാരും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരും തന്നെ ഉണ്ട്. ചേട്ടാ, ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം അല്ലെ, നിർമ്മിതി അത് അനുമതി കിട്ടിയത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അറിയേണ്ടത്. അതുമാത്രമല്ല, ഇവിടെ ഒരു ഡോർമെട്രി ഉണ്ടായിരുന്നു. ഈ 3 വർഷം മുമ്പ് ഈ ഡോർമെട്രി പ്രവർത്തിച്ചിരുന്നതാ. ഈ ഡോർമെട്രി ഇപ്പോൾ അപ്രത്യക്ഷിതമായിരിക്കുക. അത് ആ സ്ഥലം പാട് ആരെ കയ്യിലാണെന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഇത് സാധാരണക്കാരന് ബസ് യാത്രക്കാരൻ വന്നിട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അവന് 50 ഉറുപ്പ്യ കൊടുത്തിട്ട് ആ ഡോർമെട്രിയിൽ താമസിക്കാനുള്ള സൌകര്യങ്ങളാണ് ഇല്ലാതായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആരെ കയ്യിലാണെന്നുള്ളത് അറിയാം. ഒരു കോർപ്പറേഷനിൽ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് ഒരു മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ 100 നൂലാമലകളാവാം ഒരു പാവപ്പെട്ടവനോട് ചെയ്യുന്നത്. അതേസമയത്ത് ഈ ഇതുപോലുള്ള വൻകിടക്കാർക്ക് എല്ലാ സൌകര്യങ്ങളും അവന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു നടപടിയല്ലേ. പിന്നെ യാതൊരുവിധ സുരക്ഷിതമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതാണ് ഈ ബിൽഡിംഗ് തന്നെ പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന ഒരു ഇതുമില്ല. കാണുന്നിടത്ത് അങ്ങോട്ടുള്ള ആ എൻട്രൻസ് ആണത്. ആ എൻട്രൻസ് ആണ് വരാന്താണ്. ഇതുപോലുള്ള വരാന്ത. ആ വരാന്താണ് കെട്ടിയടിച്ചിരിക്കുന്നത്. ഇവർ ഈ കോലത്തിൽ കാറ്റും വെളിച്ചും കയറാത്ത രൂപത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. താഴെയുള്ള സ്ഥലം പോലെ തന്നെ ഈ എൻട്രൻസ് തന്നെയാണ് അതിനും. അവിടെ ഈ ഷട്ടർ മാത്രമുള്ളൂ ഇവർക്ക് അവകാശപ്പെട്ടിരിക്കുന്നത്. ഷട്ടറിന്റെ പുറത്തേക്കുള്ള എൻട്രൻസ് വഴി നടക്കാനുള്ളതാ. ആ വഴി നടക്കാനുള്ളത് ഇവരെങ്ങനെ കുട്ടിയടിക്ക? അത് തെറ്റായിട്ടുള്ള ഒരു ഇതല്ലേ. കാറ്റും വെളിച്ചും വരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതേ അറിയുന്നില്ല. ഇവരെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. ഈ വരാന്തയും ഈ വഴികളും എല്ലാം സംഭവം ഇവരെ കയ്യിൽ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഒരാള് കോർപ്പറേഷൻ ചെയ്യുന്ന ഒരു നടക്കൂല. ഇതിപ്പം ഒരു അനധികൃതമായിട്ട് അവർക്ക് എന്ത് ചെയ്തിരിക്കുക, ഒരു അനധികൃതമായ സംഭവമല്ലേ കാണുന്നത്. ഒരിക്കലും സംഭവിക്കേണ്ട കാര്യം സംഭവമാണോ? ആര്യ, അവർ പറയുന്നത് എന്താ എന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഇപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് തന്നെ കിടക്കുമ്പോൾ ഈ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് വിശാലമായ വരാന്ത കാണുന്നുണ്ട്. അതായത് ആളുകൾ ബസ് സ്റ്റാൻഡിൽ നടത്തുകയൊക്കെ ചെയ്യാൻ ആ പോലീസുകാരനൊക്കെ ഇരിക്കുന്ന ഭാഗത്തുള്ള ആ രീതിയിലുള്ള വിശാലമായ വരാന്തയാണ്. അതേ മാതൃകയിൽ തന്നെയാണ് മുകൾ ഭാഗത്തും വരേണ്ടത്. അതായത് ആ ഷട്ടറിന് അപ്പുറം വശത്തേക്ക് ഇതുപോലെ തുറസായ സ്ഥലം, ആളുകൾക്ക് സുഗമമായി നടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാനുള്ള ഒരു ഇടമാണ് അവിടെ ക്രമീകരിച്ചത്. പക്ഷെ ആ ഇടം പൂർണ്ണമായും അടച്ചുകെട്ടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആ വെള്ളമൊഴുകുന്ന സ്ഥലത്തിനപ്പുറമുള്ള ഷട്ടറുണ്ട്. ആ ഷട്ടറിന് അകഭാഗത്തേക്കാണ് നിയമാനുസൃതമായി കച്ചവടം ചെയ്യാനായി നൽകുന്നത്. അതും പലപ്പോഴും ഈ പല ആളുകൾക്കായൊക്കെയാണ്. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതുകൊണ്ട്
പല ആളുകൾക്കായി വിരിച്ചു നൽകുമ്പോൾ ഈ താഴെ തന്നെ കാണുന്ന പോലെ മരുന്ന് കടകൾ ഉണ്ടാവാം, മറ്റു ബേക്കറികൾ ഉണ്ടാവാം, ചായക്കടകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കടകൾ നിരനിരയായി വരേണ്ട സ്ഥലമാണ്. പക്ഷേ ഇതെല്ലാം ഒരാള് വാങ്ങി അല്ലെങ്കിൽ ഒരാളുടെ കൈവശം ഈ കെട്ടിടം ഇരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അത്തരത്തിൽ അയാൾ അത് സ്വന്തമാക്കിയ ശേഷം അയാളുടേതാക്കി മാറ്റി ആ നിലയെ മാറ്റി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം അതുകൊണ്ട് തന്നെ മറ്റു കടകളൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ ഭാഗം മൊത്തം അടച്ചുകെട്ടി സ്വന്തമാക്കി വലിയ നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. ഈ ഷീറ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അകത്ത് ഇട്ടിരിക്കുന്നു. പുറത്തുനിന്നും കാറ്റും വെളിച്ചവും പോലും അകത്ത് കയറാനാവാത്ത വിധം ആണ് ആ നിർമ്മിതി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ട് പോലും അതിനുള്ളിലേക്ക് രക്ഷിക്കാൻ സാഹചര്യമുണ്ടായത്. നമുക്ക് ആ റാക്കുകൾ കാണാം. ഈ കോൺക്രീറ്റ് തൂണുകൾ പോലെയുള്ള റാക്കുകളുണ്ട്. ആ റാക്കുകളിൽ തുണി അടുക്കി വെച്ചിരുന്ന ഒരു ഇടമാണ്. ആ റാക്കുകളിലെല്ലാം ഏതാണ്ട് 100-150 മീറ്റർ നീളമുള്ള അത്രയിലധികം വിസ്തൃതിയുള്ള ആ കെട്ടിടത്തിനകത്തെ ഇത്തരം റാക്കുകളിൽ മൊത്തം തുണി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ തുണിത്തരങ്ങൾക്ക് തീപിടിച്ചപ്പോൾ അത് ഒരു തരത്തിലും ശമിക്കാത്ത രീതിയിലേക്ക് മാറുകയായിരുന്നു. പോളിസ്റ്റർ തുണിയും മറ്റുമാണ്. പ്രത്യേകിച്ചും ഈ യൂണിഫോം തുണികൾക്കായുള്ള തുണികളാണ്, അല്ലെങ്കിൽ യൂണിഫോമിന് വേണ്ടിയുള്ള തുണിത്തരങ്ങളാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ മൊത്ത കച്ചവടക്കാരിൽ ഒരാൾ കൂടിയാണ് ഈ മുകുന്ദൻ എന്നയാൾ. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിടത്തുനിന്ന് തീ പിടിച്ചപ്പോൾ അത് പിന്നെ ആളിക്കത്തി ആ കെട്ടിടത്തെ ഒന്നാകെ വിഴുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. താഴെ ഒരു മെഡിക്കൽ ഷോപ്പാണ്. മെഡിക്കൽ ഷോപ്പിലേക്ക് താഴേക്ക് ഉള്ളിലേക്ക് തീ പടർന്നിട്ടില്ല. പക്ഷെ അതിന് മുൻഭാഗം മുഴുവൻ തകർത്താണ് ഈ മുകളിലേക്ക് കടക്കാനുള്ള ഒരു വഴി പോലും ഉണ്ടാക്കിയത്. എന്തായാലും വളരെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഇന്നലെ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി കളക്ടറോട് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തുകയും വളരെ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു. എന്ത് സാഹചര്യമാണ് തീപിടുത്തത്തിലേക്ക് ആണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. മറ്റൊന്ന്, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അനധികൃത നിർമ്മാണങ്ങൾ ഈ തീപിടുത്തത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ എത്രമാത്രം കാരണമായി എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. ഈ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഈ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യത ഈ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലീസും ആരംഭിക്കും. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ ചില അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം വലിപ്പമുള്ള ഒരു കെട്ടിടം എങ്ങനെ ഇത്തരത്തിൽ മറച്ചുകെട്ടി പൂർണ്ണമായി സ്വന്തമാക്കാൻ ഈ കെട്ടിട ഉടമയ്ക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. 4 വശത്തും നേരത്തെ അവിടെ കൂടിയിരുന്ന പ്രദേശവാസികൾ തന്നെ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപാട് അഴിമതിയുടെ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോർപ്പറേഷൻ എന്ത് മറുപടിയാണ് ഇതിനൊക്കെ നൽകുന്നത്? കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു വ്യക്തി തന്നെ ആ കെട്ടിടം ഒന്നാകെ കൈയടക്കി വെച്ചതിനെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഈ കെട്ടിടം പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഒക്കെ നേരത്തെ തന്നെ ധാരണ അല്ലെങ്കിൽ പരാതി ലഭിച്ചിരുന്നോ? അവരെന്താണ് പ്രാഥമികമായി പറയുന്നത്? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അത്തരമൊരു വിശദീകരണം ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ മേയർ ന്യൂസ് വിമർശന ബുദ്ധി, കാരണം ഏതൊക്കെ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഉള്ളിൽ നടത്തിയിരുന്നത്, എന്തുകൊണ്ട് യെസ്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. MS അനീഷ് കുമാറിന്റെ മൈക്കിൽ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അനീഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കോഴിക്കോട് മ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ആ വലിയ തീപിടുത്തം നമുക്കറിയാം. ആ സ്പോട്ടിൽ നിന്നാണ് MS അനീഷ് കുമാർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്രയോ വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. വലിയൊരു കെട്ടിടം മുഴുവൻ ഒന്നാകെ തീ കത്തി നശിക്കുകയായിരുന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതും ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമല്ലാത്ത കാര്യം. അതിനിടയിൽ പലവിധ ആരോപണങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യം. തീപിടുത്തം ഉണ്ടായതിനു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഓടിയെത്താൻ വൈകി. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടും തീ അണയ്ക്കാൻ കാലതാമസമുണ്ടായി. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പുകളുടെ സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് സാഹചര്യം കൂടി വന്നിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് വിവിധ വകുപ്പുകൾ ഈ സ്ഥലത്തേക്കെത്തും. അവിടെ എത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. 2 ദിവസത്തിനകം തന്നെ ഈ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന പ്രദേശവാസികൾ അടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിലുള്ള
സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെയും പരാതികളൊക്കെയും അവിടുത്തെ പ്രദേശവാസികൾ അടക്കം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അനീഷ്, കേൾക്കാമെങ്കിൽ തുടരാം. ആര്യ, നമുക്ക് നമുക്ക് രണ്ട് കെട്ടിടങ്ങൾ, അതായത് ഈ കെട്ടിടത്തിന്റെ രണ്ട് നിലകൾ പരിശോധിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് അണയ്ക്കാൻ കഴിയാതെ വന്നത് എന്നത് വ്യക്തമാകും. കാരണം താഴത്തെ നിലയിൽ തുറന്ന മുൻഭാഗങ്ങളുള്ള തുറന്ന വരാന്തകളുള്ള കെട്ടിടമാണ്. പക്ഷേ അത് മുകളിലേക്ക് നീങ്ങുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടച്ചുകെട്ടിയ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഷട്ടറിട്ട കെട്ടിടത്തിന് മുകൾ വശത്തുള്ള ആ കെട്ടിടം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും അടച്ചുകെട്ടി ഇപ്പോൾ അത് പ്ലൈവുഡ് ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ഒപ്പം ഈ കെട്ടിടത്തിന്റെ മുൻവശത്തേക്ക് വരുമ്പോഴും നമുക്ക് ആ രീതിയിൽ തന്നെയാണ്, അതായത് പുറത്തേക്ക് ഈ തുറസായി കിടക്കേണ്ട ആ സ്ഥലത്തിന്റെ ഭാഗം പൂർണ്ണമായി അടച്ചുകെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ അപകടമുണ്ടാകുമ്പോൾ ഈ കെട്ടിടത്തിന്റെ ഒരു രൂപരേഖ പോലും അധികൃതർക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഈ കെട്ടിടത്തിന് ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു പ്രാഥമിക നിഗമനം പോലും എത്താത്ത അവസ്ഥയിലായിരുന്നു. ഇനിയിപ്പോൾ ബ്ലൂ പ്രിന്റ് ലഭിച്ചാൽ പോലും ആ ബ്ലൂ പ്രിന്റ് പ്രകാരമല്ല ഈ കെട്ടിടത്തിന്റെ പൂർണ്ണമായ ഒരു ലേഔട്ട് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ താഴെ തുറസായി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ മുകളിൽ ഏതാണ്ട് കൺസീൽഡായി അടച്ചുകെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഈ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും പൂർണ്ണമായും തുറന്നു കിടക്കേണ്ട ഇടങ്ങൾ അടച്ചുകെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത്. പുറത്ത് ഭാഗങ്ങൾ പൂർണ്ണമായി തന്നെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ അപകടമുണ്ടായപ്പോൾ ഒരു ക്വിക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രതിരോധത്തിന് കഴിയാതെ വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇടങ്ങളൊക്കെ ഈ AC ഡക്റ്റുകളുണ്ട്. അതിനു ചുറ്റും ഈ ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു മതിൽ പോലെ അല്ലെങ്കിൽ ഒരു മറ പോലെ നിൽക്കുന്നു. ആ ഭാഗങ്ങളിലേക്കൊന്നും ഈ തീ പിടുത്തമുണ്ടായപ്പോൾ അണയ്ക്കാൻ നോക്കിയെങ്കിൽ പോലും ഈ വെള്ളം അകത്തോട്ട് ഒരു തരത്തിലും ചെല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിലായ അല്ലെങ്കിൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് തന്നെ ഇപ്പോൾ കടക്കേണ്ടിയിരിക്കുന്നു. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു ഇന്നലെ. അവിടുത്തെ ആ സ്പോട്ടിൽ നിന്നാണ് അനീഷ് വിവരങ്ങൾ കൈമാറുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്. ആ കെട്ടിടം, അത്രത്തോളം വലിയ കെട്ടിടം ഒന്നാകെ നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായത്. പ്രദേശത്ത് വിവിധ വകുപ്പുകളുടെ പരിശോധന നടക്കും. തീയണയ്ക്കാൻ വീഴ്ചയുണ്ടായെന്ന ആരോപണവും ഒക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പായി മറ്റ് വാർത്തകൾ കൂടി ഒന്ന് പരിശോധിക്കാം. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 ഇടങ്ങളിലാണ് കടുവയെ പിടികൂടാൻ കൂടി സ്ഥാപിച്ചിട്ടുള്ളത്. വനമേഖലയിൽ പലയിടങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിലെ ദൃശ്യങ്ങൾ രാവിലെ മുതൽ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. CB അനുമോദ് കാളികാവിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദൌത്യം. ഇന്നലെ തന്നെ ഏകദേശം എവിടെയാണ് കടുവ എന്നുള്ളതൊക്കെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വനം വകുപ്പിനെതിരെ വലിയ ആക്ഷേപവും പരാതിയും ഒക്കെ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണല്ലോ. സമഗ്രമായ വിവരം. ഗുഡ് മോർണിംഗ് ആര്യ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കടുവയെ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ, അതായത് കൃത്യമായി ഏതിടത്താണ് കടുവ നിൽക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഇതിനായിട്ട് വനംവകുപ്പ് കാടിന്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഇതുവരേക്കും നമുക്ക് ലഭിച്ച വിവരപ്രകാരം കടുവയുടെ ചിത്രമോ ദൃശ്യമോ ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ കൂടുതൽ ക്യാമറകൾ പരിശോധിക്കുന്നു തോറും നമുക്ക് അല്പസമയത്തിന് ശേഷം അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഒരു കൂടുകൂടി പുതിയതായ ഒരു കൂടുകൂടി സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഗഫൂറിന്റെ മൃതദേഹം കണ്ട ഈ മേഖലയിലാണ്
കടുവയുടെ സാന്നിധ്യമെന്ന് ആദ്യത്തെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അവിടെ ഒരു കന്നുകുട്ടിയെ കൂടി കെട്ടിയിട്ടാണ് പുതിയ ഒരു കടുവയെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നത്. അതായത് കൂടിന് പുറത്ത് കന്നുകുട്ടിയെ കെട്ടി അതിനെ കടുവ അതിനെ ആക്രമിക്കും അല്ലെങ്കിൽ അതിനെ തിന്നും എന്ന ഒരു കണക്കൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 2 കൂടുകളിലും 2 ആട്ടിൻകുട്ടികളെ കെട്ടിയായിരുന്നു ഈ ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് ഒരു കന്നുകുട്ടിയെ കൂടി കെട്ടി അതിനെ കടുവ ആക്രമിച്ച് രണ്ടാമത് ഈ കൂടിന് പുറത്താണ് കന്നുകുട്ടിയെ കെട്ടിയിട്ടുള്ളത്. കടുവ സാധാരണയായിട്ട് ഒരു ജീവിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പല സമയങ്ങളിലായിട്ടാണ് തിന്നു തീർക്കുന്നത്. അങ്ങനെ ആക്രമിച്ച് കൊന്ന ഈ കന്നുകുട്ടിയുടെ ജഡം പിന്നീട് കൂടിനകത്തേക്ക് വെക്കുകയും അത് ഭക്ഷിക്കുവാൻ കടുവ വരുമ്പോൾ അതിനെ പിടികൂടാൻ കഴിയുമെന്നുമാണ് വനംവകുപ്പിൻ്റെ നിലവിലുള്ളൊരു പദ്ധതി. രണ്ടാമതായിട്ട് ഈ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കടുവയുടെ കൃത്യമായിട്ടൊരു ലൊക്കേഷൻ മേഖല കിട്ടിയാൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് അവിടേക്ക് പോകാമെന്നൊരു കണക്കൂട്ടലാണ് വനംവകുപ്പിനുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു മേഖലയിൽ നേരത്തെ തന്നെ കൂട് സ്ഥാപിക്കണമെന്ന് സൗത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അയച്ച കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് മുകളിൽ നിന്നുള്ള അധികൃതരുടെ നിർദ്ദേശത്തിൻ്റെ കുറവ് കാരണമാണ് ഇവിടെ കൂട് സ്ഥാപിക്കാതിരുന്നത് എന്ന വിവരം ഇതിനോടകം പുറത്തു വന്നത് വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ ഈ ദൗത്യത്തിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന പ്രദേശവാസികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് സ്വീകാര്യനായിട്ടുള്ളൊരു DFOയെ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് സ്ഥലം മാറ്റുക എന്നുള്ളത് വലിയ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. അത് നാട്ടിലും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങളും ഈ കമ്മിറ്റികളും എല്ലാം തന്നെ, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം ഈ ദൗത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനെ മാറ്റുന്നതിലുള്ള പ്രതിഷേധവും വലിയ തോതിൽ തന്നെ ഇവിടെ ഉയരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ കനത്ത മഴ കാരണം സേനാംഗങ്ങൾക്ക് നേരത്തെ മടങ്ങേണ്ടി വന്നു. ഇവിടെ ഒരു കാളികാവ് മേഖല പ്രത്യേകിച്ച് സൈലന്റ് വാലി റീജിയനോട് ചേർന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കനത്ത മഴ എപ്പോഴും ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് ഈ ഒരു സമയത്ത്. എന്തിനാണെങ്കിലും നിലവിൽ ഉള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുള്ള തെരച്ചിൽ നടക്കുന്നത്. നമ്മളിന്ന് കാത്തിരിക്കുന്നത് കൂടുതൽ ക്യാമറകളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം ലഭിക്കുവാനാണ്. എന്താണെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം അതിൻ്റെ ഒരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുമോദ്, കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച് ക്യാമറകളിൽ നിന്ന് ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഈ കടുവയുടെ ഒരു സഞ്ചാരപാത അത് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് ദൗത്യ സംഘം? അത് തന്നെയാണ് ഈ ദൗത്യത്തിൽ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി. ഇതിൻ്റെ കൃത്യമായ സഞ്ചാരപാത ലഭിച്ചിട്ടില്ല. ഒരു ക്യാമറയിൽ, അതായത് ഗഫൂറിൻ്റെ ജഡം ഉണ്ടായിരുന്ന മേഖലയിൽ ഒരു ക്യാമറയിൽ കടുവ പതിഞ്ഞതായിട്ടുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റ് എവിടെയും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. അതായത് ഇന്ന പ്രദേശത്തിലൂടെയാണ് കടുവ കടന്നു പോകുന്നത് മനസ്സിലാക്കുവാൻ വിവിധ ക്യാമറകളിൽ ഒരേ സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഇതിൻ്റെ ദൃശ്യം പതിയേണ്ടതുണ്ട്. അങ്ങനെ ഈ വനംവകുപ്പ് സ്ഥാപിച്ച ഒരു ക്യാമറകളിൽ തുടർച്ചയായിട്ട് ഇതിൻ്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സഞ്ചാരപഥം വ്യക്തമാകുന്നതിന് ഒരു തടസ്സമായിട്ടുള്ളത്. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു സഞ്ചാരപഥം കടുവയുടേത് വ്യക്തമായി കഴിഞ്ഞാൽ ആ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുവാനാകും. ഇപ്പോൾ പല ഭാഗത്തായിട്ട് ആണ് ഈ തെരച്ചിലെങ്കിൽ പിന്നീട് സഞ്ചാരപഥം വ്യക്തമായി കഴിഞ്ഞാൽ കൃത്യമായ ആ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തുവാനും അവിടെ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയും. ആ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ച് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഇന്ന സ്ഥലത്ത് കടുവയുണ്ടെന്ന് പറഞ്ഞാൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് കടുവയുടെ അടുത്തെത്തുവാനും കടുവയെ മയക്കുവെടി വയ്ക്കുവാനും സാധിക്കും. അങ്ങനെയാണ് പ്ലാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ കടുവ തന്നെ ഈ ഇരയുടെ അടുത്തെത്തി ഇരയെ ആക്രമിച്ച് തുടർന്ന് അത് കൂട്ടിലാക്കുക എന്നുള്ള സാധാരണ ഗതിയിൽ എല്ലായിടത്തും പിന്തുടരുന്ന രീതി. ഈ 2 വഴികൾ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് പിന്തുടരുന്നത്. വെല്ലുവിളിയായിട്ടുള്ളത് കടുവയെ കണ്ടു, കടുവ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഇനി സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് കടുവ ഏതെല്ലാം മേഖലകളിലൂടെയാണ് പോകുന്നത്, കടുവ എവിടെയാണ് സാധാരണയായിട്ട് കൂടുതലായിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ്. അതിന് കൂടുതൽ മേഖലകളിലെ ക്യാമറകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ വേണം ആ കാര്യങ്ങളിലേക്ക് എത്തുവാൻ. എന്താണെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ അതിലേക്ക് ഏറെ വൈകാതെ എത്തിക്കും എന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിൽ ഭീതി പരത്തുന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് 4ാം ദിവസവും പുരോഗമിക്കുകയാണ്.
കരുളായി വനമേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുളായി റേഞ്ചിലെ പടുക്ക വനം സ്റ്റേഷൻ പുളിക്കലക്കൈ ഭാഗത്താണ് കാട്ടാനയുടെ ജഡം ഉള്ളത്. കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. വെറ്റിനറി ഡോക്ടർ ഉൾപ്പെട്ട സംഘം ടൈഗർ മോണിറ്ററിംഗ് ഓപ്പറേഷനിലായതിനാൽ അവരെ ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നാളെ നടക്കുന്നതായിരിക്കും. കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ ഇക്കാര്യം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന. പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഷഹീൻ അടക്കമുള്ള മിസൈലുകൾ ഇന്ത്യയുടെ S-400 ഉപയോഗിച്ച് തകർക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. लावा था दिमाग में बस एक ही बात, अब की बार सबक ऐसा सिखाएंगे कि इनकी पीढ़ियां याद रखेंगी. ये बदले की भावना नहीं, ये न्याय था. 9 मई रात को तकरीबन 9 बजे जिस भी दुश्मन की पोस्ट ने युद्ध विराम का उल्लंघन किया, उन सभी पोस्टों को भारतीय सेना ने मिट्टी में मिला दिया. दुश्मन ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ഇന്ന് ചേരുകയും ചെയ്യുന്നുണ്ട്. വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് യോഗത്തിൽ വിശദീകരിക്കും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ അത് കൂടുതൽ കരസേന പുറത്തുവിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഇന്ന് വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ചേരുകയാണല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഈ വാർത്തയിലേക്ക് വരാം. ഇപ്പോൾ കോഴിക്കോട് മേയർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. മാത്രമല്ല 5 മണിക്കൂറോളം നമ്മുടെ ഫയർ സംവിധാനത്തിനകത്ത് വെള്ളം ചീരാൻ പറ്റിയില്ല. കാരണം കെട്ടിടത്തിന്റെ പ്രശ്നമായിരുന്നു. കുറെ പേരുടെ കരിഞ്ഞ ജീവിതത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം. പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിന്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. വളരെ ദൗർഭാഗ്യകരമായി പോയി. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൌണുമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ്. എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ വെറുതെ നിൽക്കേണ്ടി വരുന്നു. വെള്ളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അഗ്നിരക്ഷാ ശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ്. AC ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം കൊട്ടി അടയ്ക്കുകയാണ് AC ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒറ്റ കാര്യം, അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ ഇതൊരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവരുടെ ഗോഡൌൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതൊരിക്കലും അനധികൃത നിർമ്മാണം അത് അവർക്ക് അനുമതി കൊടുത്തതല്ല. ഇതൊരു ഷെയ്ഡാണ്, ഇതൊരു നടവഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു നടവഴിയാണ്, വരാന്തയാണ്. ആ വരാന്ത പോലും കെട്ടിയടച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് അവർ AC ആക്കി അവരുടെ ഗോഡൌൺ ആക്കി പ്രവർത്തിക്കുന്നു. ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ, അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ആയതാണ്. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത്
അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്നറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് സാധിക്കും. അടിയന്തരമായി കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. സ്വാഭാവികമായും കോർപ്പറേഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഫയർ ഓഡിറ്റിംഗ് ചെയ്യണം തീർച്ചയായിട്ടും. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. മേയർ ഒറ്റ കാര്യം, ഇത് പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ടും കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരോ ആരും കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് വർഷങ്ങളായി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വന്ന ശേഷം ഇത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റും. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ പാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്ച പറ്റിയെന്ന് പറയുമെന്നല്ലാതെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൌൺസിലല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി, നമ്മളൊരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അല്ല, ഇത് നമ്മള് കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യാണ്. അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ഈ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കോഴിക്കോട് മ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായ വലിയ തീപിടുത്തം. സ്പോട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്. ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിനൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ മേയർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ കെട്ടിടം ആ തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ എങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം മേയറുടെ കയ്യിലുമില്ല. ആരനുമതി നൽകി, ഇനി അനുമതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യങ്ങൾക്കൊന്നും മേയറുടെ ഭാഗത്തു നിന്ന് മറുപടിയില്ല. അന്വേഷിക്കും, പരിശോധിക്കും, യോഗം ചേരും എന്നൊക്കെയാണ് മേയർ മറുപടി നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കണം. ഇടവേളയ്ക്ക് ശേഷം
വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കരസേന. പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഷഹീൻ അടക്കമുള്ള മിസൈലുകൾ ഇന്ത്യയുടെ S-400 ഉപയോഗിച്ച് തകർക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. ദൃശ്യങ്ങൾ കാണാം. എത്രത്തോളം കരുത്തരാണ് നമ്മൾ ഇന്ത്യ എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്, അല്ലേ? മറ്റൊരു കാര്യമുള്ളത്, ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ഇന്ന് ചേരുമെന്നുള്ളതാണ്. വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് യോഗത്തിൽ വിശദീകരിക്കും. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ നട്ടെല്ലൊടിച്ച ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ കരുത്ത് കാട്ടുന്ന അദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ഇന്ന് ചേരുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കും, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും കൂടുതൽ ദൃശ്യങ്ങൾ, പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഓരോ ദിവസമായി പങ്കുവെക്കുകയാണ്, പുറത്തുവിടുകയാണ് കരസേന. വെസ്റ്റേൺ കമാൻഡ് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വെസ്റ്റേൺ കമാൻഡാണ് ഈ ഓപ്പറേഷനിൽ നിർണായക പങ്ക് വഹിച്ചത്. കാരണം ചണ്ഡീഗഡിനടുത്താണ് വെസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനം. രാജസ്ഥാന്റെ വലിയൊരു ഭാഗം, പഞ്ചാബ് ഒക്കെ തന്നെ വെസ്റ്റേൺ കമാൻഡിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെയൊക്കെ പ്രതിരോധിച്ചതിൽ വലിയ പങ്ക് വെസ്റ്റേൺ കമാൻഡിനുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ശത്രുവിന്റെ മിസൈൽ നിർവീര്യമാക്കി ഇന്ത്യയുടെ അപരാജിത മതിൽ എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഇതിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലുകളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് ഫത്തേ മിസൈൽ ഉപയോഗിച്ചു, ഷഹീൻ ഉപയോഗിച്ചു എന്നൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ ഫത്തേ 2 മിസൈലാണ് ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ അയച്ചത്. അത് പിന്നീട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഹരിയാനയിലെ സിർസയിൽ വെച്ച് തകർക്കുകയായിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ, ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ചൈനീസ് നിർമ്മിത റോക്കറ്റ് ലോഞ്ചറായ A100 ഉപയോഗിച്ചു എന്നുകൂടി ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് S-400 ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത്. അതിനുശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചടിയെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങൾ തകർന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഒപ്പം നൂർഖാൻ അടക്കമുള്ള വ്യോമസേനാ താവളങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാട് സംഭവിച്ചതിൻ്റെയും റൺവേ അടക്കം തകർന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും വെസ്റ്റേൺ കമാൻഡ് പങ്കുവച്ചിരിക്കുന്നത്. ഇത് 2ാം ദിവസമാണ് ഇത്തരത്തിൽ വെസ്റ്റേൺ കമാൻഡ് ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ വെസ്റ്റേൺ കമാൻഡ് പങ്കുവച്ചിരുന്നു. അതിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വിശദമായി തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കരസേന. ഏതായാലും ആര്യ ചോദിച്ചതുപോലെ തന്നെ ഇന്ന് നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗമാണ് ഇന്ന് ചേരുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ ഈ യോഗം നിർണായകമാകുന്നത് അതിൽ വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കും. അതിനുശേഷമുണ്ടായ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് വിശദീകരിക്കും. ഒപ്പം ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചും സ്വാഭാവികമായും വിക്രം മിശ്രി വിശദീകരിക്കും. 31 അംഗ സമിതിയാണിത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ജോൺ ബ്രിട്ടാസ് ഈ സമിതിയിലെ അംഗമാണ്. ഏതായാലും സ്വാഭാവികമായും വിദേശകാര്യ സെക്രട്ടറി മുമ്പാകെ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നടത്തിയ
പ്രസ്താവനയാണ്. അതായത് തന്റെ ഇടപെടലാണ് വെടിനിർത്തലിന് കാരണമായതെന്ന് അവകാശവാദം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വ്യക്തമാക്കിയത് അങ്ങനെയല്ല, മൂന്നാം കക്ഷി ഇടപെടലില്ല എന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകണം എന്നൊരാവശ്യം വിദേശകാര്യ സെക്രട്ടറി മുമ്പാകെ അംഗങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ സംഘത്തെ അയക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അക്കാര്യം സംബന്ധിച്ച വിശദീകരണവും ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇന്നത്തെ യോഗത്തിലുണ്ടാകും. 4 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിദേശകാര്യ പാർലമെന്ററി യോഗം ഇന്ന് നടക്കും. വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഈ യോഗത്തിൽ കൂടുതലായി വിശദീകരിക്കുകയും ചെയ്യും. അതിനിടെയാണ് കരസേന വീണ്ടും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഏത് തരത്തിലാണ് പാകിസ്ഥാന്റെ ഭീകരതയെ തച്ചുടയ്ക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 6 ദിവസത്തെ യൂറോപ്യൻ സന്ദർശനം ഇന്ന് തുടങ്ങുകയാണ്. ഔദ്യോഗിക സന്ദർശനം നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. മെയ് 24 വരെയാണ് യാത്ര. അതേസമയം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ 3 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തും. സന്ദർശന വേളയിൽ ഒരു ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തും. പാകിസ്ഥാൻ ചൈന ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളുടെയും സമഗ്രമായ അവലോകനം ഈ സന്ദർശനത്തിൽ ഉൾപ്പെടുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സഹകരണം, പ്രതിരോധ സഹകരണം, പ്രാദേശിക സുരക്ഷ എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയാകും ചർച്ച. അതിനിടയിലാണ് കോൺഗ്രസിൽ ഈ തരൂർ വിവാദം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നത്. തരൂർ വിവാദത്തിൽ പക്ഷേ കരുതലോടെ പ്രതികരിക്കാനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖന വിവാദത്തിന് പിന്നാലെ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളാണ് ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നതെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കോൺഗ്രസിലെ തരൂർ വിരുദ്ധ ചേരി. അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തരൂരിന്റെ പ്രസ്താവനകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചു. നയതന്ത്ര രംഗത്തെ മികവിന്റെ പേരിൽ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച ശശി തരൂരിനെ അതേ നയതന്ത്ര മികവ് പ്രയോജനപ്പെടുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ദേശീയ നേതൃത്വം എന്തിനെ ബോധപൂർവ്വം അവഗണിച്ചു എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മോദി സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളെ തുടർച്ചയായി പ്രശംസിക്കുന്ന ശശി തരൂരിനെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിപക്ഷത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് സമാന പ്രതികരണങ്ങളിലൂടെ പാർട്ടി വീണ്ടും വെട്ടിലാകാതിരിക്കാനാണെന്നാണ് കോൺഗ്രസിലെ തരൂർ വിരുദ്ധരുടെ വിശദീകരണം. പാർട്ടി നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തക സമിതി അംഗം തന്നെ രംഗത്തെത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടെന്നും എന്നാൽ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോയെന്നുമാണ് തരൂർ അനുകൂലികളുടെ വാദം. 10 വർഷമായി കോൺഗ്രസ് ദേശീയ നേതൃത്വ നിരയിലെ ഒരു ചേരി ശശി തരൂരിനെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് വിദേശ സന്ദർശനത്തിനുള്ള പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് പിന്നിലെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. തരൂരിനോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം അവസരമാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ നടത്തുന്ന ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ വില കൊടുക്കേണ്ടി വരുമെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. അതേസമയം തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തി കൂടുതൽ വിവാദങ്ങൾക്ക് അവസരമുണ്ടാക്കരുതെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ഒരു ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. വിനോദ് കുമാർ, സെയ്ഫുള്ള, മുഹമ്മദ് സലീം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ട തീവ്രവാദിയാണ് കൊല്ലപ്പെട്ടത്. നേപ്പാളിലെ ലഷ്കർ ഇ തൊയ്ബയുടെ മുഴുവൻ മൊഡ്യൂളും ഇയാൾക്ക് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രധാന ദൌത്യം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേഡറുകളെയും സാമ്പത്തിക സഹായവും കണ്ടെത്തുകയാണ്. നേപ്പാൾ വഴി
ലഷ്കർ ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റാനും സഹായിച്ചിരുന്നു. ലഷ്കറിന്റെ ഓപ്പറേഷണൽ കമാൻഡർ അസം ചീമ എന്ന ബാബാജിയുടെ അടുത്ത അനുയായിയായിരുന്നു സൈഫുള്ള. 2006-ൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും നിർണായക പങ്ക് വഹിച്ചു. ഇതിനു പുറമെ റാംപൂർ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിലും IISc ബാംഗ്ലൂർ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിലും ഇയാൾ പങ്കാളിയായിരുന്നു. നിലവിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂഞ്ച് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ പൊട്ടാതെ വീണ 42 ഷെല്ലുകൾ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി. അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിന്റെ അവശിഷ്ടങ്ങളായ പ്രദേശവാസികളുടെ ജീവനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തിയിരുന്നു. അപകടമുണ്ടാകാതിരിക്കാൻ എല്ലാ സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് ഷെല്ലുകൾ നശിപ്പിച്ചത്. പരിശീലനം ലഭിച്ച ബോംബ് നിർവീര്യ സംഘങ്ങൾ പോലീസുമായി ചേർന്നാണ് നടപടികൾ സ്വീകരിച്ചത്. പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിലെ ഇന്ത്യൻ എംബസിക്ക് പുറത്ത് ഓപ്പറേഷൻ സിന്ദൂർ പോസ്റ്ററുകൾ. നടപടി അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്ററുകൾ. സോഫിയ ഖുറേഷിയെ അപകീർത്തിപ്പെടുത്തിയ മധ്യപ്രദേശ് ആദിവാസി ക്ഷേമ മന്ത്രി വിജയ് ഷാ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരാമർശത്തിൽ FIR ഫയൽ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മന്ത്രി സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസുകൾ കോഴ വാങ്ങാൻ മറയാക്കിയെന്ന 10-ലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ്. ഇതുവരെ കേരളത്തിലെ നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ EDയെ പിടികൂടാനുള്ള അവസരമായാണ് സംസ്ഥാന സർക്കാർ ഈ വീണ് കിട്ടിയ സാഹചര്യത്തെ മുതലാക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, കണ്ണിലെ കരടായാൽ അത് ആരായാലും അവരെ തേടി ED വരും. BJP നേതാക്കൾ പോലും ഒരു അലങ്കാരം പോലെ പറഞ്ഞു നടന്ന വാക്കുകളാണിത്. എന്നാൽ അതേ ED അഴിമതിക്കറ പുരണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സ്ഥിതി. കശുവണ്ടി അഴിമതി കേസിൽ EDക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പഴയ കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസ് മുതൽ ലൈഫ് മിഷൻ കേസുകൾ വരെ അന്വേഷിച്ച കേരളത്തിലെ ED ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നത്. ലൈഫ് മിഷൻ കോഴ ആരോപണം ഉയർന്നപ്പോൾ ആര് അന്വേഷിക്കണമെന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പോര് ഹൈക്കോടതി കയറിയിരുന്നു. ലൈഫ് മിഷൻ കേസിൽ ആദ്യം കേസെടുത്ത സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നുൾപ്പെടെ ഫയലുകൾ പിടിച്ചെടുത്തു. CBI അന്വേഷണം ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസിന്റെ നീക്കമെന്ന ആരോപണം ഉയർന്നു. വൈകാതെ കേസിലേക്ക് EDയും എത്തി. തിടുക്കപ്പെട്ട് വിജിലൻസ് സംഘം ഫയൽ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായി. ഫയലുകൾ കൈമാറാൻ സംസ്ഥാന ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മറ്റൊരു സംഭവം. കസ്റ്റംസ് അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഏജൻസികൾ തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കാരണമായി. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തുവെന്നാരോപിച്ച് ED സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും നാൾ വഴിയിലെ മറ്റൊരു സംഭവം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെയും അതിലെ നേതാക്കളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പിറകെ ED ഇറങ്ങി പുറപ്പെട്ടതാണ് മറ്റൊരു സംഭവം. സംസ്ഥാന വ്യാപകമായി സഹകരണ മേഖലയിലാകെ പരിശോധനയ്ക്ക് ED തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനിടെയാണ് EDയുടെ കൊച്ചി യൂണിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതും വിജിലൻസ് നടപടി തുടങ്ങിയിരിക്കുന്നതും. കേന്ദ്ര ഏജൻസിയെ പൂട്ടാനുള്ള സുവർണാവസരമാണ് ഇടതു സർക്കാരിന് ഈ പരാതികൾ. ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ED ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പരാതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തപാൽ വോട്ട് തിരുത്തൽ പ്രസംഗത്തിൽ G. സുധാകരനെതിരായ അന്വേഷണം പ്രതിസന്ധിയിൽ.
1989 പോസ്റ്റൽ വോട്ടുകളുടെ വിവരങ്ങൾ തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരിക്കും പോലീസിനും കത്ത് നൽകും. കൃത്രിമം നടന്നുവെന്ന് പറയുന്ന കാലത്തെ പോസ്റ്റൽ വോട്ടുകൾ കണ്ടെത്തിയാൽ മാത്രമേ തുടരന്വേഷണവുമായി പോലീസിന് മുന്നോട്ടു പോകാൻ കഴിയൂ. അക്കാലത്തെ പോസ്റ്റൽ വോട്ടുകൾ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ദുഷ്കരമാണ്. പോസ്റ്റൽ വോട്ടുകൾ കണ്ടെത്തി തിരിമറി നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകൂ. കണ്ടെത്താനായില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അത് തിരിച്ചടിയുണ്ടാകും എന്ന ആശങ്കയുമുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശ പ്രകാരം പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ല എന്ന വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 വിധി പറയുക. ജാമ്യാപേക്ഷയിന്മേലുള്ള പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബെയിലിൻ ദാസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. പ്രോസിക്യൂഷന്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും ഒക്കെ വിശദമായ വാദങ്ങൾ കോടതി കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന ദിവസമാണ്. എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? ഇന്നാണ് ജാമ്യം പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് കേട്ടത്. JFMC 12 കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. രൂക്ഷമായ വാദപ്രതിവാദമാണ് ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയെ ബന്ധപ്പെട്ട് ഉണ്ടായത്. ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് നിയമം അറിയാവുന്ന ആളാണ്, നിയമപരിജ്ഞാനമുള്ള ആളാണ്. സാക്ഷികൾ, പ്രധാനപ്പെട്ട സാക്ഷി ഇരയും അതുപോലെ തന്നെ മറ്റു സാക്ഷികളും ഇയാളുടെ തന്നെ ഓഫീസിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. മാത്രമല്ല, ഈ പരാതിക്കാർ രഹസ്യമൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇയാൾ പുറത്തു വന്നാൽ അനായാസം കേസ് അട്ടിമറിക്കും, തെളിവുകൾ ഇല്ലാതാക്കുമെന്ന ആശങ്കയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. മാത്രമല്ല, ഇയാളുടെ ഭാഗത്ത് ആദ്യ സംഭവമല്ല. നേരത്തെയും ഇയാൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്കെതിരെയും മറ്റ് സഹപ്രവർത്തകരെയും മോശമായി പെരുമാറിയിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകരുന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. എന്നാൽ ഷാമിലി ആക്രമിച്ചു എന്ന മറുവാദമായിരുന്നു ഇയാളുടെ ഭാഗത്തുനിന്ന്. ഈ പ്രോസിക്യൂഷനെ വാദങ്ങൾ എതിർത്തുകൊണ്ട് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അയാളുടെ മുറിവും മറ്റും ചൂണ്ടിക്കാട്ടിയും ഒക്കെ അയാൾ വാദിച്ചു. പ്രധാനമായും ഈ ഷാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്, ഇയാളെ മർദ്ദിച്ചതെന്നാണ് പ്രധാനപ്പെട്ട ഒരു വാദം. ഏത് തരത്തിലുള്ള നിബന്ധന വേണമെങ്കിലും വയ്ക്കാം, ഏത് നിബന്ധനയോടുകൂടിയും ജാമ്യം അനുവദിക്കണം, അതായിരുന്നു ആവശ്യം. പക്ഷേ അത് കോടതി അന്ന് ആദ്യം പരിഗണിച്ചില്ല. തിങ്കളാഴ്ച വിധി പറയാമെന്ന് പറഞ്ഞ് ജാമ്യാപേക്ഷ മാറ്റുകയായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടിയോ 12 മണിയോടുകൂടിയോ വിധി വരാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. വിശദമായ വാദം കോടതി കേട്ടിരുന്നു. ഇന്ന് വിധിയുണ്ടാകും. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അങ്കമാലി കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുക. 1-ാം പ്രതി വിനയ് കുമാർ ദാസ്, 2-ാം പ്രതി മോഹൻ എന്നിവരെയാണ് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത്. ആശുപത്രിയിൽ ചികിത്സയിലായി ഇരിക്കെയാണ് 1-ാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു CISF ഇൻസ്പെക്ടറെ കൂടി നാളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. കൊലപാതക കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കമുണ്ടെന്നും വിവരമുണ്ട്. കേസിലെ FIR-ഉം പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ CISF കമാൻഡ് ഡയറക്ടർ ജനറലിന് കൈമാറി. മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൺസൂൺ പതിവിലും നേരത്തെ എത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ഐഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, അപ്പോൾ ഇന്ന് മുതൽ പുറത്തിറങ്ങുമ്പോൾ ഒരു കുട കൂടി കരുതിയിരിക്കണം അല്ലേ? അതേ ആര്യ, മഴ ശക്തമാവുകയാണ്. 24-ാം തീയതിയോടുകൂടി മൺസൂൺ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. അതിന് മുന്നോടിയായി തന്നെ കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. നേരത്തെ മെയ് 27-നായിരിക്കും കാലവർഷം എത്തുക. ഇത് തന്നെ നേരത്തെയാണ്. കഴിഞ്ഞ 15 വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കാലവർഷം നേരത്തെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. അത് 27-ാം തീയതി പോലുമല്ല, അതിനേക്കാൾ നേരത്തെ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം തന്നെ
വളരെ ശക്തമായ മഴയുണ്ടാവും, പതിവിലും കൂടുതൽ മഴ ലഭിക്കുമെന്നൊക്കെ പ്രവചനമുണ്ട്. അതായത് കാലവർഷത്തിനൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലടക്കം ന്യൂനമർദ്ദം രൂപപ്പെടും. ഇതിന്റെ ഭാഗമായി കൂടി കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. എന്തായാലും ഇന്ന് സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയാണ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും വിവിധ ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട്. എന്തായാലും ശക്തമായ മഴയുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ മൺസൂൺ എത്തുന്നത് തെക്കൻ കേരളത്തിലാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്കൊക്കെയാണ് മഴ എത്തുന്നത്. അതിനുശേഷമാണ് കേരളത്തിൽ ഒന്നാകെ മഴ വ്യാപിക്കുന്നതും. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, വടക്കൻ കേരളത്തിലാണ് ആദ്യം മഴ എത്തുക എന്നൊരു പ്രവചനം കൂടിയുണ്ട്. അതിനുശേഷം ആയിരിക്കും തെക്കൻ ജില്ലകളിലേക്ക് മഴ എത്തുക. ഒപ്പം തന്നെ പതിവിലും കൂടുതൽ മഴ ലഭിക്കും എന്നൊക്കെയാണ് പ്രവചനം. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മഴ കനക്കും, മഴ മൺസൂൺ അത് പ്രവചിച്ചതിലും നേരത്തെ ഇങ്ങ് എത്തുകയാണ്. ഏകദേശം 15 ദിവസം മുമ്പ് ഇങ്ങ് എത്തുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. ഗാസയിലേക്ക് പരിമിതമായ അളവിൽ മാനുഷിക സഹായം അനുവദിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപനം. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും ആഗോള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി. എന്നാൽ സഹായം എപ്പോഴെന്നോ എങ്ങനെയെന്നോ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ ഗാസയിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട സാഹചര്യവുമുണ്ട്. ആയിഷത്തുൽ ഷംന തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഷംന, നമുക്കറിയാം, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം ഉള്ള ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെയാണ് ഗാസയിലെ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ ഈ സാഹചര്യത്തിൽ നടന്നിരുന്നു. അതിനൊടുവിലായിരിക്കാം ഇസ്രായേൽ ഇത്തരത്തിൽ ഈ സഹായ ട്രക്കുകളൊക്കെ ഗാസയിലേക്ക് എത്തും വിധമുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കാമെന്നുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അത് എന്നു മുതൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല, അല്ലേ? അതെ ആര്യ, ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രതീക്ഷ നൽകുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലായി പല രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ മാർച്ചിലെ വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വ്യാഴാഴ്ച രാത്രിയോട് കൂടി തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 500ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ കുട്ടികളടക്കം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിനിടെയാണ് ശനിയാഴ്ച ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നത്. ഇതിൽ വെടിനിർത്തൽ, ഒപ്പം തന്നെ ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യൽ, അതായത് ഇസ്രായേൽ തടവുകാരെ ഫലസ്തീനിലും ഒപ്പം തന്നെ ഫലസ്തീനികളെ ഇസ്രായേൽക്കാരും തടവിലാക്കിയിട്ടുണ്ട്. ഇവരുടെ മോചനം, മറ്റ് അവശ്യ സാധനങ്ങളുടെ ഉൾപ്പെടെയുള്ള സഹായ ട്രക്കുകളുടെ കടത്തിവിടൽ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ചയാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതും. എന്നാൽ ചർച്ച പൂർണ്ണമായിട്ടില്ല, അതിനിയും തുടരുമെന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഔദ്യോഗിക അറിയിപ്പ് വന്നതും. കഴിഞ്ഞ 3 മാസമായി ഗാസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ സാധനങ്ങൾ, ഇന്ധനം എല്ലാം പൂർണ്ണമായും അതിനുമേൽ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇസ്രായേലിൻ്റേത്. ഇതോടുകൂടി UN മനുഷ്യാവകാശ വക്താവ് ഒപ്പം തന്നെ മറ്റ് ഭക്ഷ്യസുരക്ഷാ മേധാവികളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വലിയ ആശങ്ക സൃഷ്ടിക്കുമെന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നൊക്കെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സഹായ ട്രക്കുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായി ഇസ്രായേൽ എത്തുന്നത്. അതായത് പ്രതിദിനം 400 സഹായ ട്രക്കുകൾ എത്തിക്കണം എന്നായിരുന്നു ഗാസയുടെ ആവശ്യം. അത് അംഗീകരിച്ചു എന്നത് കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ആവശ്യമായ സാധനങ്ങൾ കടത്തിവിടാൻ തീരുമാനമുണ്ടാകും. സഹായ ട്രക്കുകൾ കടത്തിവിടുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മറുപടി. പക്ഷെ എത്രത്തോളം അത് നിലവിൽ വരും അല്ലെങ്കിൽ എത്രത്തോളം അതിൽ പ്രതീക്ഷയുണ്ട് എന്ന കാര്യത്തിൽ ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി ഇല്ല. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.